ഹായ് ഓൾ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്, ഫസ്റ്റ് കാർഡ് തന്നെ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ കാർഡായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളെ കുറേയേറെ പേര് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇത് മിക്കവാറും നിങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ നിന്നോ റിലേറ്റീവ്സിൻ്റെ അടുത്തു നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൻ്റെ നിന്നോ പിന്നെ അതുപോലെ ബാങ്ക്, ഫിനാൻസ് മേഖല, അങ്ങനെ ഒത്തിരി നിങ്ങൾക്ക് മൊത്തത്തിലൊരു ഭയങ്കര പ്രഷർ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഒരിടത്തും വീണ് പോകാതെ നിങ്ങൾ മാക്സിമം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചില തെറ്റിദ്ധാരണകളൊക്കെ മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് വന്നിട്ടുണ്ടെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതിനെല്ലാം തടയാനായിട്ട് ഒറ്റയ്ക്ക് നിങ്ങൾ പാടുപെടുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒത്തിരി ബാധ്യതകൾ നിങ്ങളെ അലട്ടുന്നുണ്ടെന്ന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് റിലേഷൻഷിപ്പ് പരമായിട്ടായിരുന്നാലും ശരി തന്നെ, കുറേയേറെ ഉത്തരവാദിത്തങ്ങളായിരുന്നാലും ശരി തന്നെ, നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിലധികം ബേർഡൻ ചുമക്കുന്ന ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതെല്ലാം കൂടെ ആകെ നിങ്ങൾ ശ്വാസം മുട്ടിക്കുന്ന ഒരു സ്റ്റേജിലൂടെ കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും നിങ്ങൾക്ക് ഒഴിഞ്ഞു നിൽക്കാനും പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ കൊണ്ട് ഇത് എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നു എന്നുള്ളൊരിതിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കൊരു ചതിയോ ഒരു വഞ്ചനയോ ഒക്കെ ലൈഫിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് കിട്ടിയതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൽ നിന്നും പുറത്തു കിടക്കാൻ ഒരുപാട് പാടുപെടുന്നുണ്ട് എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന വ്യക്തികളെയോ സാഹചര്യങ്ങളെയോ ആണ് നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയുന്നത്. ഇതിലും നല്ലൊരു ലൈഫിലേക്ക് നിങ്ങളെ പിടിച്ചുയർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളൊക്കെ ലൈഫിൽ വരുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നെ പാസ്റ്റ് ലൈഫ് കർമ്മയൊക്കെ, അതായത് ഇപ്പോൾ കാർമിക് റിലേഷൻഷിപ്പിൽ ആയിട്ടാണ് ഇവിടെ കൂടുതലും കണക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ കാർമിക് റിലേഷൻ എന്ന് പറയുമ്പോഴേക്കും പൂർവ്വജന്മത്തിൽ എന്താണോ നിങ്ങൾ കൊടുത്തത് അത് ഈ ജന്മത്തിൽ നിങ്ങളെ തേടി പിടിച്ച് വന്ന് ആ കർമ്മ ക്ലിയർ ആക്കിയതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കാർമിക് റിലേഷൻഷിപ്പ് ആകുമ്പോഴേക്കും അതിന് അത്രയേറെ പെയിനും ഉണ്ടാകും. നിങ്ങൾ നന്നായിട്ട് ഹീൽ ചെയ്യുക കേട്ടോ. പിന്നെ ഹീൽ ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ വിശ്വസിച്ചാരെ ഏൽപ്പിക്കാതിരിക്കുക. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ ഒരു യൂണിവേഴ്സിന് ഒരു ലെറ്റർ എഴുതുക. നിങ്ങളുടെ സങ്കടവും വിഷമവും എല്ലാം എഴുതിയിട്ടൊരു ലെറ്റർ എഴുതുക. ശേഷം അത് യൂണിവേഴ്സിന് തന്നെ സറണ്ടർ ചെയ്യുക. എല്ലാ ഇമോഷൻസും നിങ്ങൾ കരഞ്ഞു തീർക്കാമെങ്കിൽ അങ്ങനെ, ദേഷ്യമാണെങ്കിൽ അങ്ങനെ, വിദ്വേഷം എന്താണോ നിങ്ങളുടെ ഇമോഷൻ ആ സമയത്ത് തോന്നുന്നത് അതെല്ലാം ആ ലെറ്ററിലോട്ട് കൊണ്ടുവരിക. നന്നായിട്ട് ചുരുട്ടി പിടിച്ച് നിങ്ങളുടെ ഇമോഷൻ മൊത്തം ആ ചുരുട്ടി പിടിക്കുന്ന ആ ഒരു ഇതിൽ കൊണ്ടുവരിക. ശേഷം അതങ്ങ് നന്നായി കത്തിച്ച് കളയുക കേട്ടോ. കത്തിച്ചിട്ട് യൂണിവേഴ്സിലങ്ങ് കൊടുക്കുക. യൂണിവേഴ്സിനെ ലെറ്റ് ഗോ ചെയ്യുക. പിന്നെ അത് നിങ്ങളെ മനസ്സിൽ കൊണ്ടു നടക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് ഒത്തിരി മാറ്റം ഉണ്ടാവും. പിന്നെ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് കരഞ്ഞ് മാക്സിമം നിങ്ങൾക്ക് കരഞ്ഞ് തന്നെ നിങ്ങൾക്ക് ആ വിഷമങ്ങളൊക്കെ മാറ്റിക്കളയാൻ പറ്റും. അപ്പോൾ അത് രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിയോടും സാഹചര്യത്തിനും നിങ്ങൾ ഫോർഗീവ്നെസ് കൊടുക്കുക. നിങ്ങൾ പിന്നെ അവരെക്കുറിച്ച് ചിന്തിക്കാനോ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ പാടില്ല. സ്പൈ വർക്കൊന്നും ചെയ്യാനായിട്ട് നിൽക്കരുത്. പിന്നെ എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലൊരു പുരോഗതി നിങ്ങളുടെ ലൈഫിലോട്ട് വരികയുള്ളൂ. അവരിനി ലൈഫിൽ വേണ്ടെന്ന് തന്നെ ഒരു തീരുമാനം നിങ്ങളങ്ങ് എടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഇനി ലൈഫിലോട്ട് വരുന്ന ഓരോ വ്യക്തികളെയും ഒരു ക്ലിയർ ബൗണ്ടറി സെറ്റ് ചെയ്ത് അവരെല്ലാം മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഡിവൈൻ തരുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ആരെയും ലൈഫിലേക്ക് കൊണ്ടുവരാതെ നോക്കുക എന്നൊരു മെസ്സേജ് തരുന്നുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇതേപോലെ ഓരോ റിലേഷൻഷിപ്പ് വരിക, അതിനകത്ത് വീണ്ടും സഫർ ചെയ്യുക, അങ്ങനെയുള്ളൊരു ലൂപ്പിൽ അകപ്പെട്ട് വീണ്ടും സെയിം സിറ്റുവേഷൻ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. അതൊരു സ്പിരിച്വൽ വാണിംഗ് കൂടെയാണ്. അപ്പോൾ നിങ്ങളിനി ഒരു ക്ലിയർ കട്ട് ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് അതിൽ കൂടെ മറ്റുള്ളവരെ കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ നന്നായിട്ട് ഹീൽ ചെയ്യാനുള്ള ആവശ്യം ഇവിടെ രണ്ടാമതും എടുത്ത് പറയുന്നുണ്ട്. അത് സ്പിരിച്വൽ ആയിട്ടുള്ളൊരു അഡ്വൈസും കൂടെയാണ്. നന്നായിട്ട് ഹീൽ ചെയ്യുക, ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഡിവൈൻ നിങ്ങളെ കുറേ ഏറെ സഹായിക്കുന്നുണ്ട്, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ പെയിൻ എല്ലാം നിങ്ങളെ കൊണ്ട് മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു സമയം വരെ നിങ്ങൾ ഇങ്ങനെ ഹീലിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ.
അപ്പോൾ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് ഒരു സമാധാനം നിങ്ങൾക്ക് വരുന്നത് വരെയും, പിന്നെ അതൊരു അതുവരെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക എന്നല്ല, അത് ചെയ്താൽ നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലോട്ട് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഹീലിംഗ് പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഡെയിലി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇമോഷണൽ, നിങ്ങൾക്കൊരു നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു ഇമോഷണൽ ഓഫറുമായിട്ട് ഒരാൾ വരാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ പാർട്ട്ണറായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ഓഫർ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ടോട്ടലി ഹീൽഡ് കണ്ടീഷൻ ആയാലേ പറ്റുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെയും കാണാനും കഴിയില്ല, നിങ്ങൾക്കൊന്നും അറിയാനും കഴിയില്ല. അപ്പം നന്നായിട്ട് ഹീൽ ചെയ്യുക. അത് ഉറപ്പിച്ച് 2-3 വട്ടമായിട്ട് ഇവിടെ മെസ്സേജ് വരുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വളരെ സ്ലോ ആയിട്ടാണ് വരുന്നതെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ആൾ തന്നെ ആയിരിക്കും എന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത്. പിന്നെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അടിമുടി മാറ്റം സംഭവിക്കുന്നതാണ് എന്നൊരു മെസ്സേജ് കിട്ടുന്നുണ്ട്. ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി നിങ്ങളിലോട്ട് വരുന്നതെന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത്. നിങ്ങളുടെ ഒരു റീബർത്ത് അല്ലെങ്കിൽ ഒരു പുതിയ വേർഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളെ സഹായിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അത് ഡിവൈനായിട്ട് തന്നെയാണ് നിങ്ങൾക്കായിട്ട് നിയോഗിച്ച് വെച്ചിരിക്കുന്നതെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പിരിച്വൽ പേഴ്സൺ തന്നെയാണ് ഇത് എന്ന് ഇവിടെ നമുക്ക് മെസ്സേജ് കിട്ടുന്നുണ്ട്. ഈ സ്റ്റേജിൽ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലെ വേദനകളെല്ലാം മറന്ന് നിങ്ങളുടെ ഹയർ സെൽഫുമായിട്ട് കണക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം മാത്രമാണ് നിങ്ങൾ അത്രയേറെ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഹീലിംഗ് പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു പുതിയ ലൈഫിലോട്ട് നിങ്ങൾ ഷിഫ്റ്റ് ആകുന്നു എന്നും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തിച്ചേരുമ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു പുതിയ ബിഗിനിങ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ അതിൽ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ സ്വയം ഡെവലപ്പ് ചെയ്യാനും കഴിയുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിന് ഡിവൈൻ സപ്പോർട്ട് ഉണ്ടാകും എന്നും ഇവിടെ കാണുന്നുണ്ട്. അനുയോജ്യരായ മെന്ററൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അതെല്ലാം ഡിവൈൻലി ഗൈഡഡ് ആണ്. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് വന്നു ചേരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇടയ്ക്ക് വീണ്ടും നിങ്ങളുടെ പാസ്റ്റിലോട്ടൊന്ന് ഒരു തിരിഞ്ഞുനോട്ടം ഒക്കെ വരാനുള്ളൊരു സാധ്യത കാണാൻ പറ്റുന്നുണ്ട്. അവിടെ പ്രത്യേകിച്ച് ഓർക്കുക, നിങ്ങളുടെ പർപ്പസിനെ വീണ്ടും താളം തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചിന്തകൾ വരുന്നത്. പക്ഷെ നിങ്ങൾക്കത് ഓവർകം ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊരു മുന്നറിയിപ്പാണ്. അവിടെ കൂടുതൽ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യാതെ നിങ്ങളിലോട്ട് തന്നെ ഫോക്കസ് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇതൊരു മുന്നറിയിപ്പാണ്, വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഓൾറെഡി പറഞ്ഞത്. അതിന് നിങ്ങൾ തയ്യാറെടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷനെ ഉറച്ച് വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകാനൊരു ഗൈഡൻസ് ആണ് ഇവിടെ തരുന്നത്. എല്ലാത്തിനും ഉത്തരം നിങ്ങൾക്ക് ഉടനെ ലഭിക്കണമെന്നില്ല എങ്കിലും നിങ്ങളിലുള്ള ഇന്നർ വിസ്ഡം, നിങ്ങൾക്ക് അത്രയേറെ രഹസ്യ നോളജൊക്കെ അറിയാമെന്നുള്ള ഒരുപാട് ആളുകളാണത് നിങ്ങൾ. അപ്പോൾ അതെല്ലാം നിങ്ങളിലോട്ട് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. സമയമെടുക്കും. ഈ പ്രോസസ്സിനെല്ലാം സമയം എടുക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഡിവൈൻ ടൈം, നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഡിവൈൻ ടൈമിൽ തന്നെ ഇതെല്ലാം ഈ വലിയ വലിയ ചേഞ്ചസ് എല്ലാം അത് വരുന്നതാണെന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് തരുന്നത്. പിന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റേജിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മറ്റുള്ളവരെ അംഗീകരിക്കപ്പെടുന്ന രീതിയിൽ ഒരു വലിയൊരു ആളായി തീരും എന്നുള്ളൊരു ഗൈഡൻസ് ആണ് ഇവിടെ ഡിവൈൻ തരുന്നത്. അപ്പം നിങ്ങൾ ചെയ്യാനുള്ള ഒരൊറ്റ കാര്യം, ഇപ്പം ഹീൽ ചെയ്യാന്നുള്ള ഒറ്റൊരു കാര്യമേ ഉള്ളൂ. ഹീൽ ചെയ്ത് ഇമോഷൻസ് മൊത്തം നിങ്ങൾ ക്ലീൻ ആക്കുക, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ഡിവൈൻ നിങ്ങളെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കോളും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങളെ വിട്ടിട്ട് പോയവർ കാരണമാണ് നിങ്ങൾ ഇനി നന്നാവാൻ പോകുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. അവരെ ശപിച്ചിട്ടോ അവരെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഇത് കാർമിക് റിലേഷൻഷിപ്പാണ്. അത് നിങ്ങൾ കൊടുത്തു തന്നെയാണ് നിങ്ങൾ തിരിച്ച് മേടിച്ച് വെച്ചേക്കുന്നത്. അതും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് റീഡിങ്. ഹീലിംഗ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.